CC വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്തമായൊരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ഇന്നത്തെ ഗസ്റ്റ് ബിനോയിയാണ്. ക്രൈസ്തവേന്ത്യയുടെ കോർഡിനേറ്റർ അനീഷുമുണ്ട്. 6 ലക്ഷം രൂപ വഴിയിൽ കിടന്ന് കിട്ടുന്നു. അത് അന്ന് തന്നെ ഉടമയെ തിരിച്ചേൽപ്പിക്കുന്നു. അതാണ് ബിനോയ് ചെയ്ത സത്യസന്ധമായ ഒരു കാര്യം. സമൂഹത്തിനിടയിൽ നടക്കുന്ന അപജയങ്ങളെക്കുറിച്ചും മോശമായ ജീവിത രീതിയെക്കുറിച്ചൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എല്ലാ ആളുകളും. യൂട്യൂബിലൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. നല്ല സൽക്കർമ്മം ചെയ്ത സമൂഹത്തിന് നേർ വഴി കാട്ടിക്കൊടുത്ത ബിനോയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ബിനോയ് തന്റെ യാത്രയിൽ സംഭവിച്ച കാര്യം ബിനോയ് തന്നെ പറയും. അതുകൊണ്ട് ബിനോയ് തുടങ്ങിയാട്ടെ. ഇത് എവിടെ വെച്ചാണ് ബിനോയ് സംഭവിക്കുന്ന കാര്യം? ഞങ്ങളുടെ അയൽവക്കത്തൊരു മരണം ഉണ്ടായിരുന്നു. അവിടെ മീനത്തെ കെട്ടിച്ചുവിട്ടാ കൊച്ചിനെ. അല്പം കൂടെ ഒച്ചയിൽ പറയാൻ ശ്രമിക്കണം. മീനെടുത്താ കെട്ടിച്ചേ. ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് മരിച്ചതാ. അന്നേരം ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പം നമുക്ക് വേണ്ടപ്പെട്ട ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഒരു മണിയൊക്കെ 12:30 ആയപ്പോൾ ഇവിടുന്ന് പോയി 1 മണിയൊക്കെ ആയപ്പം അവിടെ ചെന്നു. മീനെടുത്ത് ചെല്ലുന്ന വഴി കൂടെ യാത്രയില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കാർ എന്റെ ഫ്രണ്ടിൽ കൂടെ വിട്ടു പോവാ. ആ കാറിന്റെ മണ്ടയ്ക്ക് ഒരു പേപ്പർ കൂട് ഇരിപ്പുണ്ട്. ആ കൂടിന്റെ അകത്ത് എന്നാന്ന് എനിക്കറിയില്ല. ഞാൻ ഓണടിച്ചു. ഇതുവരെ ഓണടിച്ചിട്ടൊന്നും അവര് അനങ്ങുന്നില്ല. ഓണടിച്ചത് ഇത് ഇങ്ങനെ കെട്ടിയിരിപ്പുണ്ടെന്ന് അവരോട് പറയാനായിട്ട് വിട്ടൊന്ന് പോവാ. ഒരു വളമായപ്പോ അത് എങ്ങനെയോ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വീണ് കഴിഞ്ഞപ്പോ ഞാൻ അത് എടുത്ത് നോക്കാൻ വന്നപ്പം ബൈക്കാരൊക്കെ വന്നു. ഇതെന്നാ ചോറുമ്പത് താഴെപ്പോവാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോറുമ്പത് താഴെപ്പോയാന്ന് പറഞ്ഞു. എടുത്ത് അന്നേരം തന്നെ എന്റെ വണ്ടിയെ വെച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ പോകാൻ നോക്കി. പുറകെ ഒത്തിരി ദൂരം ഞാൻ പോയിട്ടൊന്നും കാണുന്നില്ല. എന്റെ വണ്ടിയും അവരുടെ വണ്ടിയും വ്യത്യാസമുണ്ട്. ചെന്ന് കഴിഞ്ഞിട്ട് കാണുന്നില്ല. ഞാൻ കുറച്ചു നേരം അതിലേക്കൂടെ നടക്കുക. ഇത് ആർക്കാ കൊടുക്കുന്നത്, ഇത് അങ്ങനെയാന്നുള്ള ഇത് വെച്ച് ഞാൻ മരണ വീട്ടിലെല്ലാം പോയി. രാത്രി ഒരു വണ്ടി വിട്ടു പോയി. രാത്രി ഒരു 10:30 വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് കൊടുക്കാതെ എനിക്ക് വീട്ടോട് പോരാൻ പറ്റില്ല. അന്നേരം ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഇത് പണമാന്ന് മനസ്സിലായി. നോക്കിയപ്പോ മണമാന്ന് മനസ്സിലായി. അന്നേരം ഞാൻ അന്നേരം തന്നെ എന്റെ വൈഫിനെ വിളിച്ചു. പണമായതുകൊണ്ട് അത് വേണേ വീട്ടിലോട്ട് കൊണ്ടുവരായിരുന്നു. പക്ഷെ ഇത് കയ്യിൽ നിന്ന് പോയാൽ മതി എന്നുള്ള ചിന്തയായിപ്പല്ലേ. ഇത് എന്റെ ഇതുണ്ട്. അർഹതപ്പെട്ടവരെ ഏൽക്കുക. അത് മാത്രമല്ലാതെ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരടിച്ചു പൊളിച്ച്. പിന്നെ ഞാൻ എന്നിട്ട് എന്റെ വൈഫിനെ വിളിച്ചു. ഇന്ന ഒരു സംഗതി ഉണ്ട്. പുള്ളിക്കാരുടെ എടുത്ത വൈഫ് പറഞ്ഞു അത് കൊടുത്തിട്ട് വീട്ടോട്ട് വരാവുള്ളൂ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ ബിനോയ്, ഞാൻ ബിനോയുടെ മറ്റൊരു വീഡിയോ കേട്ടു. അതിൽ ഈ വൈഫിന്റെ ഈ ഡയലോഗ് വൈഫ് പറഞ്ഞു ഈ പൈസ കൊടുത്തിട്ട് വീട്ടിൽ വരാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ബിനോയേക്കാൾ കുറച്ചുകൂടെ ആദർശവാദിയായിട്ടും ഒക്കെ വിശ്വസ്തയായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് വൈഫിനെ കുറിച്ചാണ് കൂടുതൽ മതിപ്പ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബിനോയിന്ന് കാണാൻ വന്നത് തന്നെ. ഇവിടുന്ന് പറഞ്ഞാട്ടെ കൊടുത്തിട്ട് വരാവളെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. രാത്രി 10 മണി വരെ അതിൽ ഒരു 10:30 ആയപ്പം ഇത്ര നേരമായി ഇനി ആര് വരാനാ ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോ ചർച്ചിലേക്ക് ഞായറാഴ്ചയാണല്ലോ ചർച്ചിൽ കടന്നു പോയിട്ട് ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് പറയാൻ വേണ്ടി, പാസ്റ്റർ KK രഞ്ജിത്താണ്, ലൈഫ് ലെസൺ ചർച്ചിലെ സീനിയർ പാസ്റ്ററാണ്. പാസ്റ്ററോട് ഞാൻ പറയാൻ വേണ്ടി അപ്പോൾ അവിടെ തിരക്കായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുണ്ടായിരുന്നു. അത് പാസ്റ്ററോട് ഞാൻ കാര്യം പറഞ്ഞു. പാസ്റ്റർ ഇന്ന പോലെ സംഭവം. പാസ്റ്റർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചേക്കാം, പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കുക, നമുക്ക് തന്നെ അത് എങ്ങനെയും ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്നോട് പറഞ്ഞു അറിയാവുന്നവരെ കൂട്ടിക്കൊണ്ട് പോകണം. ഞാൻ നേരപ്പം അത് ഒന്നും വിചാരിച്ചില്ല. പാസ്റ്റർ പറയുന്ന പോലെ ചെയ്തു. അത് കഴിഞ്ഞപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരു പോലീസുകാരുണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഒറ്റയ്ക്ക് കൊണ്ട് കൊടുക്കല്ലേ, ഞാനെല്ലാം കൂടെ കൂട്ടിയുള്ളൂ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാവുള്ളൂ. പിന്നെ രേഖകൾ കാര്യങ്ങളൊക്കെ വരുന്നില്ല. വണ്ടി അന്നേരം പിടികിട്ടിയിട്ടില്ല. ഏത് വണ്ടിയാണെന്ന് പിടികിട്ടിയില്ല. അന്നേരം ഞാൻ അത് വെച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം പുള്ളി വിളിച്ചു പറഞ്ഞപ്പോൾ 5:30 ആകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അന്നേരപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു സഖാവുണ്ട്, ഒരു പാർട്ടി സഖാവുണ്ട്, നമ്മുടെ ഒരു സഹോദരനും കൂടെയാണ്, ചേട്ടച്ചാരും കൂടെയാണ്. പുള്ളിയെ വിളിച്ചപ്പോൾ പറഞ്ഞാ ഞാൻ വരാം. കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞു. കുറെ 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എനിക്ക് തിരക്കാം, ഞാൻ പാമ്പാടിയിലെ ലോക്കൽ സെക്രട്ടറിയെ വിളിച്ചേരാം, പുള്ളിയായിട്ട് പോയാൽ മതി. അന്നേരപ്പോഴാണ് വിളിച്ചു. പുള്ളിയായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ലോക്കൽ സെക്രട്ടറി അത് കഴിയുമ്പം എൻ്റെ ഒരു ചേട്ടന്റെ തുല്യമായിട്ടുള്ളൊരു പാസ്റ്ററാണ്, പാസ്റ്റർ ബിജോഷ് നാലനാക്കൻ. ഞാൻ ആ പുള്ളിയായിട്ട് ചെന്നു വിളിച്ചു പറഞ്ഞപ്പം പറഞ്ഞു ഒരാളെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അന്നേരപ്പം അവിടെ പാമ്പാടി വന്നു, സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു അപൂർവമുള്ള ആളുകളായിരിക്കും ചിലര്. അന്നേരം ഒരു SI എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് അത് നല്ലൊരു കാര്യമാണ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞപ്പം ഉമ്മ കിട്ടി. അത് കഴിഞ്ഞപ്പം എന്നോട് ഈ എന്നെ തെച്ചപ്പെടുത്തി കഴിഞ്ഞ പോകാവളം എങ്ങനെ ഈ പൈസ എത്ര രൂപ ഉണ്ടെന്നാണ് എന്നെ തെച്ചപ്പെടുത്തി പോകാവുള്ളൂ.
അതിപ്പോ എന്നെ കൊണ്ടുപോയി ഉം. എന്നെ തിരിച്ചപ്പെടുത്തി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഞാൻ പോന്നു കഴിഞ്ഞപ്പം ചൊവ്വാഴ്ച രാവിലെ ഇങ്ങനെ നിൽക്കുമ്പോ എന്നെ വിളിച്ചു. രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനെ ഈ പൈസ കിട്ടിയ സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതുവരെ ആളെ കിട്ടിയിട്ടില്ല. ഇല്ല കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു. അതിന്റെ ആള് പാമ്പാടി സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോ പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ പോയതായിരിക്കും രൂപ നഷ്ടപ്പെട്ടവര്. അവിടുത്തെ പുള്ളി വലിയ സാമ്പത്തികമുള്ള ഒരു ആളാ. പുള്ളി മക്കളോടൊന്നും പറഞ്ഞില്ല ഈ പൈസ പോയ കാര്യം. 6000 രൂപ കണ്ട പോയിട്ടുള്ളതെന്ന് കണ്ട പറഞ്ഞു. ഇത്രയും രൂപ എമൗണ്ട് പറഞ്ഞില്ല. പുള്ളി 2 ദിവസം ഉറങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഈ ഒരു ഫേസ്ബുക്ക് എത്ര ദിവസം സംഭവം നടക്കുന്നത്? ശനിയാഴ്ച നടക്കുന്ന സംഭവം, തിരിച്ചു കൊടുക്കുന്നത് ഞായറാഴ്ച. അപ്പം ഈ പുള്ളി പോലീസുകാര് ഫേസ്ബുക്കിലൊക്കെ ഇടും ഇതിന്റെ വിട്ട് കഴിഞ്ഞപ്പം അങ്ങനെ കണ്ട് തിരിച്ചറിഞ്ഞ് വന്ന പോലീസ് സ്റ്റേഷൻ. അവര് വന്നു കഴിഞ്ഞപ്പം ഇതെന്താ എന്നെ കണ്ടു, പിന്നെ ആളാന്നൊക്കെ പറഞ്ഞു, കൈയൊക്കെ തന്നു, നല്ലൊരു കാര്യങ്ങൾ ചെയ്ത് എന്റെ ഫാദർ 2 ദിവസം ഉറങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പൈസ തിരികെ ഏൽപ്പിച്ചത്. അദ്ദേഹം ഒരു ഗിഫ്റ്റ് ഒക്കെ എത്രാന്ന് പറയണ്ട, ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ തന്നല്ലേ? തന്നു, വാങ്ങിച്ചു. അത് ഇവിടെ അടുത്തുള്ള ആള് തന്നെയാ? അവിടെ തന്നെ ഉള്ള മീനിടത്തെ ആ ഭാഗത്ത് തന്നെ. അല്ല, ഈ പൈസ കിട്ടിയപ്പോ പ്രത്യേകം തോന്നലൊന്നും മനസ്സിലുണ്ടായില്ലേ? കുറച്ചെടുത്ത് മാറ്റണമെന്നോ അല്ലെ കൊടുക്കാതെ വീട്ടിൽ കൊണ്ടുപോകണം തോന്നലൊന്നും ഉണ്ടായില്ല? ഞാൻ അങ്ങനെ ഇതില്ല, അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ ചെറുപ്പം മുതലേ വളരെ വിശ്വസ്തയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. അപ്പൊ ഈ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തുക പൊതി കിട്ടി, പണമാണെന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു തിരിച്ചേൽപ്പിച്ചിട്ട് വീട്ടിൽ വരാവുള്ളൂ എന്ന് പറഞ്ഞു. ശരി. അപ്പൊ നിങ്ങളെ ആരാധനയ്ക്ക് പോകുന്നത് ഈ രഞ്ജിത്ത് പാസ്റ്റർ ചർച്ചിലാണ് അല്ലേ? ചർച്ചിന്റെ പേരെന്താണ്? ലൈഫ് ബ്ലെസ്സിംഗ് ചർച്ചിലുള്ളവരെല്ലാം അറിഞ്ഞ വിഷയം? ചർച്ചിലുള്ളവരെല്ലാം അറിഞ്ഞു, വിളിച്ചു, അനുമോദനങ്ങളും ആശംസകളും ഒക്കെ തന്നു. ശരി. മറ്റേ ഈ അമ്മ വിശ്വാസത്തില അല്ലേ? ഞാനും അമ്മയും വിശ്വാസത്തില. ഫാദർ വിശ്വാസത്തിൽ അല്ല. ഫാദറും ചേട്ടന്മാർ 2 പേരും ഉണ്ട്. അവരെല്ലാം ഓർത്തഡോക്സ് സഭയിലാണ്. ഓക്കെ. ഇതിനകത്തൊരു സാധാരണ നമ്മള് അല്ലേ അനീഷ് പാസ്റ്റർ, നമ്മള് സാധാരണ ഇന്നത്തെ കാലത്ത് വിശ്വസ്തന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. വളരെ അപൂർവമായിട്ട് എനിക്ക് അതിശയകരമായി തോന്നിയത്, ഞാൻ വളരെ സന്തോഷത്തോടെ തോന്നിയത് ഈ പുള്ളിക്കാരിയുടെ വൈഫിന്റെ ആ സ്റ്റേറ്റ്മെന്റ് തോന്നിയത്, കാശ് കൊടുത്തിട്ടേ വീട്ടിൽ വരാവുള്ളൂ എന്ന്. വേണമെങ്കിൽ പറയാമായിരുന്നു, ഇനി കൊണ്ടുപോരാ, ആരും കാണാതെ ഇനി കൊണ്ടുവരുന്ന വേണേൽ പറയാമായിരുന്നു. പക്ഷെ മനസ്സനുഭവിച്ചില്ല അല്ലേ? അത് ഈ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലുണ്ടായ സത്യസന്ധതയാണ് ഇതൊക്കെ അല്ലേ? അങ്ങനെ തന്നെയാണ്. അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ? ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഞങ്ങളുടെ ഏത് വീട്ടിലും എനിക്ക് വിശ്വസ്തമായിട്ട് കയറിച്ചില്ല. ഒരു മുട്ടായി വെച്ചാൽ പോലും ചോദിക്കാതെ ഞാൻ എടുക്കാറില്ല. അങ്ങനെ എനിക്ക് എന്റെ നാടെന്ന് കടുവാക്കുഴി എന്നാണ് അറിയപ്പെടുന്നത്. കടുവാക്കുഴിയിൽ ഏത് വീട്ടിലും, കടുവാക്കുഴിയിലല്ല, നാരനാക്കയും കടുവാക്കുഴി ഏത് വീട്ടിലും നമുക്ക് കയറിച്ചില്ല. അതുപോലെ എനിക്ക് ഒരു ഇതുണ്ട്, ഞാൻ ഇതുവരെ ആരുടെ മുമ്പിൽ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ വന്നാലും ഈ കള്ളത്തരം കാണിക്കാൻ പഠിച്ചിട്ട്. അങ്ങനെ ഒരു ബാല്യകാലത്തെ ഒരു ശിക്ഷണം കിട്ടി വളർന്നു. വിശ്വാസം വന്നിട്ട് എത്ര ആളായി? ഇപ്പം 25 വർഷമായി. ഇതിനകത്തൊരു ചെറിയ ഒരു കഥ കൂടെ നമ്മുടെ ശ്രോതാക്കൾ കേൾക്കണം. ബിനോയ് ചെയ്ത കാര്യം നമ്മുടെ ഇടയിൽ മറ്റുള്ളവർ ചെയ്തേക്കും, വിശ്വാസികളല്ലാത്തവരും ഒക്കെ അങ്ങനെ കിട്ടിയ പൊതികളൊക്കെ തിരിച്ചു കൊടുത്ത വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിൽ. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുന്ന പൈസ പോലും കൃത്യമായിട്ട് കൊടുക്കാത്ത ആളുകളാണ് നമ്മുടെ ആളുകൾ. വിദേശങ്ങളിൽ നിന്ന് തന്നെ ഇന്ന മിനിസ്ട്രിക്ക് കൊടുക്കൽ, ഇന്ന വ്യക്തി കൊടുക്കുന്ന പറയുന്ന അതിൽ നിന്ന് തന്നെ ദശാംശം മാറ്റുന്നവരും അല്ലെങ്കിൽ ഒട്ടും തന്നെ കൊടുക്കാത്ത ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിലാണ് വഴിയിൽ നിന്ന് കിട്ടിയ പൈസ അന്ന് തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് കയ്യിൽ നിന്ന് പൈസ പോയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു അല്ലയോ? അല്ല, അങ്ങനല്ല, ഈ കയ്യിൽ നിന്ന് പൈസ പോയപ്പോഴല്ലേ സന്തോഷം തോന്നി? അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തല്ലേ പൈസയായിട്ട് നടന്നത്? ഇത് എങ്ങനെയാലും അവരുടെ ആളുടെ കൈ കൊടുക്കണം. അല്ലാതെ ഇപ്പൊ നമ്മള് പോലീസുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാന്ന് പറയാലോ. അവര് പറഞ്ഞ് നമ്മളിപ്പോ പൈസ കൊടുത്തു കഴിയുമ്പോൾ ഒരു 6 മാസം വരെ ഈ പൈസ സൂക്ഷിക്കും. 6 മാസം കഴിയുമ്പോൾ സർക്കാരിലേക്ക് കണ്ടെത്തുന്ന ഒരു ഇതാണ്. എന്നറിയുമ്പോ ഞാൻ ചോദിച്ചു, നമ്മളെ പോലെ ഉള്ളവരായിരിക്കും അങ്ങനെ എങ്ങനെയാന്ന് അറിയത്തില്ല, അവരും അധ്വാനിച്ച കാശല്ലേ, അവരുടെ കയ്യിൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷത്തിന് ഭയങ്കര കാശ് തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കും അല്ലേ? 1-2 എമൗണ്ട് ഒന്നല്ല, 6 ലക്ഷം രൂപയാണ്. അപ്പം അപ്പനുണ്ട്,
പക്ഷേ എത്ര സെന്റ് സ്ഥലമുണ്ട്? 4 സെന്റ് സ്ഥലം. 4 സെന്റ് സ്ഥലത്തിനകത്ത് 4 പ്രദേശമുണ്ട് ഇവർക്ക്. അപ്പം ഇപ്പൊ ഇത് വാടക വീടാ ഇതല്ലേ? ഇത് വാടക വീടാ. അപ്പൊ ഇതിനകത്ത് വാടകയ്ക്ക് എത്ര കൊടുക്കും വാടക? 4 രൂപ. 4000 രൂപ വാടക കൊടുക്കണം. ജോലി ഈ ടൈൽസ് വീടുകൾക്ക് ടൈൽസ് തറ ഫ്ലോറിങ്ങിന്റെ വർക്കാണ്. അപ്പം വാടക വീട്ടിലാണ് താമസം. 4000 രൂപ വാടക കൊടുക്കണം. സ്വന്തമായി വീടും സ്ഥലവും ഒന്നുമില്ല. 4 സെന്റ് സ്ഥലവും 4 പ്രദേശം ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും ഉണ്ട്. അതിൽ നിന്ന് കിട്ടാൻ 1 സെന്റ് സ്ഥലമില്ല. ഇപ്പൊ ബിനോയ്ക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിനോയ് ഒരു സാമ്പത്തിക തീരെ കുറഞ്ഞ ഒരാളാണ്. പിന്നെ ഈ ടൈൽസിന് നല്ല ശമ്പളം കൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ പിടിച്ചേക്കും. നല്ലയോ? വൈഫിന് ജോലിയുണ്ട്? വൈഫിന് ജോലിയില്ല. ഒരു കുട്ടിയുണ്ട്. അപ്പം ഇത്രയും പ്രാരാബ്ദങ്ങളിലും ഇല്ലായ്മയിലും അതിൽ നിന്ന് ശകലം പൈസ എടുത്ത് മാറ്റുക, അല്ല എങ്കിൽ അത് മൊത്തമായിട്ട് വേണമെങ്കിൽ മാറ്റിയാലൊന്നും അറിയണമെന്നൊന്നുമില്ല ചിലപ്പം. എവിടെ അറിയാനാ? അപ്പൊ ആ സാഹചര്യത്തിൽ ബിനോയ് കാണിച്ച സൽക്രമം നമ്മൾ വിശ്വാസികളെല്ലാം മാതൃകയാക്കേണ്ടതാണ്. അത് വിശ്വാസ ജീവിതത്തിന്റെ ഒരു മഹത്വകരമായ ഒരു കാര്യം തന്നെയാണത്. രക്ഷിക്കപ്പെട്ട അല്ലെ ദൈവവേദനായി ജീവിക്കുന്ന വിശ്വാസിയായി ജീവിക്കുന്നുണ്ട്. കിട്ടിയ പൈസ ഉടമസ്ഥനെ ഏൽപ്പിച്ചെങ്കിലേ ബിനോയ്ക്ക് സ്വസ്ഥത ഉണ്ടാകുള്ളായിരുന്നു. അതാ ഭാര്യ പറഞ്ഞത്, കൊടുത്തിട്ടേ വീട്ടിലോട്ട് വരാവുള്ളെന്ന്. അപ്പൊ ഞാൻ ആ സഹോദരിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ബിനോയ്ക്ക് വീടില്ല, വസ്തുവില്ല, ഒന്നുമില്ല. ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. കെട്ടിടപ്പണി തൊഴിലാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ കരുതുകയും ഓർക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബിനോയിയുടെ ഈ കഥ കേട്ടോണ്ട് നമ്മളെ ദൂരെ നിന്നാ വന്നത്. സാധാരണ അങ്ങനെ ദൂരെ പോയൊന്നും വീഡിയോ ചെയ്യാറില്ല. പക്ഷെ എന്നെ മനസ്സിനെ വല്ലാതെ മതിച്ച ഒരു സംഭവം ആയതുകൊണ്ടാണ് കാണാൻ വന്നത്. കാരണം വിശ്വസ്തയോടുകൂടെ അവിടെ ക്രിസ്തീയ സാക്ഷ്യവും കൂടിയാണ് ബിനോയ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വന്നത്. ഓക്കെ, താങ്ക് യു.